കട്ടപ്പനയിൽ വെച്ച് ജനം ടിവിയുടെ തത്സമയ സംവാദ പരിപാടി ജനസഭയിലുണ്ടായ കയ്യാങ്കളിയിൽ പോലീസ് കേസെടുത്തു. ജനം ടിവി നൽകിയ പരാതിയെ തുടർന്നാണ് നടപടി. ജനസഭ അലങ്കോലപ്പെടുത്തിയ CPM STP പ്രവർത്തകർക്കെതിരെയാണ് കേസ്. പ്രോഗ്രാം തടസ്സപ്പെടുത്തി നാശനഷ്ടങ്ങൾ വരുത്തിയ വകയിൽ ജനം ടിവിക്ക് 52,000 രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത്. വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുകയാണ്. സുബിൻ, ജനസഭ തടസ്സപ്പെടുത്തിയ STP CPM പ്രവർത്തകർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നതിന് മറ്റ് വിശദാംശങ്ങൾ. ഇന്നലെ വൈകിട്ട് 8:30 കൂടിയാണ് ഈ ജനസഭ തത്സമയം നടന്നുകൊണ്ടിരിക്കെ ഇത്തരത്തിൽ പ്രതിഷേധമുണ്ടാവുകയും ഈ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. പ്രധാനമായും BJPയുടെ പ്രതിനിധിയായിരുന്ന ശ്രീനഗരി രാജൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് CPM പ്രവർത്തകർ പ്രകോപിതരായ. ഇതിനുശേഷം ഇവർ കസേര ഉൾപ്പെടെ എടുത്ത് എറിയുകയും ഈ കസേരയേറിൽ ഈ BJP പ്രതിനിധിയായിട്ടുള്ള ശ്രീനഗരി രാജനും അതുപോലെ തന്നെ BJP പ്രവർത്തകനായ പ്രസാദിനും പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പിന്നാലെയാണ് ജനം TV ഈ പരിപാടിയിൽ തടസ്സപ്പെടുത്തിയതുമായി ബന്ധപ്പെടുത്തി കേസ് നൽകിയിട്ടുള്ളത്. കണ്ടാൽ അറിയാവുന്ന 20ഓളം പേർക്കെതിരെയാണ് CPM STP പ്രവർത്തകരായിട്ടുള്ള കണ്ടാലറിയാവുന്ന 20ഓളം പേർക്കെതിരെയാണ് കേസ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം തത്സമയ പരിപാടി അവസാനിക്കാൻ അരമണിക്കൂർ അവശേഷിക്കുന്നുണ്ടായിരുന്നു. അതിനു മുമ്പാണ് ഈ ഒരു പരിപാടി ഇത്തരത്തിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായതോടു കൂടി അവസാനിപ്പിക്കേണ്ടി വന്നത്. ഇത് മുഖാന്തരം വലിയൊരു നഷ്ടം ജനം ടിവിക്ക് ഉണ്ടാവുകയും ചെയ്തു. കൂടാതെ ഈ ഫ്ലെക്സ് ബോർഡുകളടക്കം ഈ പ്രവർത്തകർ CPM STP പ്രവർത്തകർ നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഏകദേശം 52,000 രൂപയുടെ നഷ്ടമാണ് ആ പരിപാടി അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നതിലൂടെ ജനം ടിവിക്ക് ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് നിലവിൽ കട്ടപ്പന പോലീസിൽ ഈ പ്രോഗ്രാം കോർഡിനേറ്റർ ആയിട്ടുള്ള അനിൽ നമ്പ്യാർ കേസ് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്ത് കേസെടുത്തിട്ടുണ്ട്. ശരി, സുബിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.